ഹലോ 2 ദിവസം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് കണ്ടവർക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അതൊരു മാംഗോ പുഡിംഗ് ആണെന്ന്. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഈ മാംഗോ പുഡിംഗ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കുറച്ച് പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഒരു അതിൻ്റെ ഫ്ലേവർ ഒന്നും വരാതെ നല്ലൊരു അടിപൊളി കാരമലായിട്ട് നമുക്ക് കിട്ടും. അത് പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി അതിൻ്റെ ബേസ് സെറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാങ്ങാ പീസസ് മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഇത് ഒരു പാനിലേക്ക് ഒഴിച്ച് വെക്കുക. പിന്നെ ഇതേ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ആ കോൺഫ്ലോറിൻ്റെ ആ ഒരു നമ്മൾ ലയിപ്പിച്ചെടുത്തിട്ട് ഈ മാങ്ങ മിശ്രിതത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ ഒരു വലിയ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റേജിൽ കുറച്ച് കട്ട പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട. അത് ചൂടാക്കുമ്പം അത് അലിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ചേർന്നോളും. പിന്നെ നമ്മൾ പതുക്കെ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ പാൽപ്പൊടിയൊക്കെ അലിഞ്ഞ് നമ്മുടെ കോൺഫ്ലോറൊക്കെ കുറുകി നല്ല ഇതുപോലെ തിളച്ച് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും, നമ്മുടെ ആ ഒരു പുഡിംഗ് കൺസിസ്റ്റൻസിയിലേക്ക്. അങ്ങനെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, കാരമൽ സിറപ്പ് ഒഴിച്ച ആ ഒരു പാത്രം, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മാംഗോ പീസസും അതുപോലെ ഡേറ്റ്സും ഒക്കെ വെച്ചിട്ടൊന്ന് വെതറി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. അടിപൊളിയാണ്. വയലലിഞ്ഞ് പോകുന്ന ഈ ഒരു പുഡിങ്ങും ഇതിൻ്റെ ഈ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ചില്ലും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ മാങ്ങ